എല്ലാവർക്കും നമസ്കാരം. ഈ സ്ത്രീകളെ വശത്താക്കുന്ന പുരുഷന്മാരെ പറ്റിയും ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സുന്ദരികൾ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ആ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോൾ സമാനമായ കേസുകൾ ഒരു 4-5 വന്നതിനടുത്ത് ഇതേപോലെ വശ്യപ്രയോഗത്തിലൂടെ പുരുഷന്മാരെ സ്ത്രീകൾ വശം ചെയ്ത് കൊണ്ടുവരുന്നത്. സാധാരണ തിരിച്ച് സ്ത്രീകളെ വശം ചെയ്ത് കൊണ്ടുപോകുന്ന ടോപ്പിക്കാണ് നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ ഈ പുരുഷന്മാരെ ഭർത്താക്കന്മാരെ വശം ചെയ്ത് കൊണ്ടുപോകുന്ന 2-3 കേസ് ഇപ്പോൾ ഞാൻ ചെയ്തു. അത് 100% റിസൾട്ട് നമുക്ക് കിട്ടി. കാരണം ആ പെൺകുട്ടിക്ക് സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമൊന്നും. കാരണം സാറേ, ഞാൻ പ്രതീക്ഷിച്ചില്ല സാറേ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ അയാൾ മടങ്ങി വരും എന്നുള്ളത്. കാരണം പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് മാറ്റം. നമ്മൾ അയാളുടെ ശരീരത്തിലുള്ള ആ വശ്യ എനർജി, അതായത് വശ്യപ്രയോഗം, ആ ഒരു ബാധ തന്നെ വേണമെങ്കിൽ വിളിക്കാം. ആ ബാധേനെ എടുത്തിങ്ങോട്ട് മാറ്റി കൊടുത്തു, റിലീസ് ചെയ്ത് കൊടുത്തു. അയാൾ നെക്സ്റ്റ് ഡേ നേരം വെളുത്ത് എഴുന്നേക്കുന്ന സമയത്ത് അയാൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിരുന്നു. അയാൾക്ക് ആ ഒരു മോശമായ ചിന്ത അല്ലെങ്കിൽ അയാളിൽ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ അതിന് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ രണ്ടിനെയും ഇതായിട്ട് പറയാം, അങ്ങനെ ഒരു വശ്യപ്രയോഗത്തിൽ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ അയാൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ആളുടെ മനസ്സിൽ നിന്ന്, അതായത് ഇപ്പോൾ പുരുഷനാണ് മടങ്ങി വരുന്നത്, അപ്പോൾ സ്ത്രീയുടെ മനസ്സിൽ എപ്പോഴും ആ ചിന്ത ഉണ്ടാവും, ഇയാൾ മറ്റേ ആ ഒരു പെണ്ണിൻ്റെ കൂടെ അയാൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് നിങ്ങൾ വെടിയാൻ തയ്യാറാവണം. അത് അയാളെ തിരിച്ച് കൊണ്ടുവരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ട് അതൊരു രോഗമായിരുന്നു എന്നുള്ള രീതിയിൽ, അതൊരു അസുഖം വന്ന ആളെ രോഗിയെ ചികിത്സിച്ച് മാറ്റി എന്നുള്ള രീതിയിൽ കാണാനുള്ളൊരു മനസ്സും കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് മടക്കി കൊണ്ടുപോകാൻ കാര്യമുള്ളൂ. കാരണം ഇതേപോലത്തെ ഒരു കേസ് ഞാൻ മുമ്പ് പറഞ്ഞ് ചെയ്തതിൽ ഇതേപോലത്തെ ഒരു വേറൊരു ബന്ധം ഞാനത് കണ്ടുപിടിച്ചു. ഞാൻ ചെയ്യാനിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ അയാൾക്കൊരു ബന്ധം കാണണ്ടല്ലോ എന്നാണ്. അപ്പോൾ ആ ലേഡി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ അതിനോട് ഉണ്ടാകുന്ന വെച്ച് ഞാൻ പറഞ്ഞ് കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു സ്ത്രീയെ കാണിക്കേണ്ടെന്ന് തോന്നുന്നു. അയാൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് ഇതുപോലെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന്. പക്ഷേ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ചെയ്ത പ്രശ്നം എന്താ അറിയാം, ഇടയ്ക്കിടക്ക് ഇയാളെ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെന്നാലും ആ പെണ്ണിൻ്റെ കൂടെ പോയില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ ഉള്ള ഡയലോഗുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അയാൾ മടുത്തു പോയിടണം. അയാൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെറ്റ് കുറ്റം എന്തെങ്കിലും ആവട്ടെ, അത് സാഹചര്യങ്ങളാണ്. തെറ്റും കുറ്റമായിട്ടൊന്നും ഞാനിതിനെ കാണുന്നില്ല. കാരണം ഇതൊക്കെ സാഹചര്യങ്ങളാണ്, ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. പിന്നെ ഇതേപോലുള്ള ബാധകൾ, വശ്യപ്രയോഗം, അത് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തിരമാലയിൽ പെട്ട് ഒഴുകി പോകണമുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് തെറ്റും കുറ്റമായിട്ടൊന്നും തിരിച്ച് മാറ്റിയെടുക്കാനായിട്ട് വളരെ പ്രയാസമാണത്, സങ്കീർണമായ വിഷയമാണത്. അപ്പോൾ അയാൾ എന്ത് ചെയ്ത്, അയാൾ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വേറെ പെണ്ണിൻ്റെ പുറകെ പോയി. ഇത്തവണ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ അയാൾ ഇനി വേണ്ട, ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള മട്ടിലേക്ക് ഈ പെണ്ണോട് പറഞ്ഞിരിക്കുമ്പോൾ അതങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ വശ്യപ്രയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വയം നമ്മൾ കുറച്ച് മാറാനായിട്ട് തയ്യാറായിരിക്കണം. ഇപ്പോൾ വേറെ ഒരെണ്ണോടി നമ്മൾ ഈ അടുത്ത് അതുപോലെ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇതേപോലെ തന്നെ ഈ വശ്യപ്രയോഗം അത് പല സ്ഥലങ്ങളിലും, ജോലി സ്ഥലങ്ങളിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടാവാം. അത് ശ്രദ്ധിക്കണം. കാരണം അറിയാതെ ഈ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിൽ തല്ലു പിടിച്ചിങ്ങനെ അകന്നു പോലാണ്. ഫസ്റ്റ് അകന്നു പോയി കഴിയുമ്പോഴാണല്ലോ ഈ ഭാര്യക്കോ ഭർത്താവിനോ വേറെ ആളോട് ഇഷ്ടം വരിക, അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്താണ് അയാൾ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അയാളുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് അയാൾക്ക് സാധിക്കാൻ പറ്റും. മീൻസ് അതുമായിട്ട് അടുക്കാനായിട്ട് സാധിക്കും, ഭാര്യയായിട്ടാണെങ്കിലും ഭർത്താവായിട്ടാണെങ്കിലും. അങ്ങനെ എത്രയോ ബന്ധങ്ങൾ, എത്രയോ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. നിങ്ങളിത് ചിന്തിക്കുന്നുണ്ട് അതിനെപ്പറ്റി. ഈ ഒരു കാര്യത്തിലൂടെയാണ് മിക്ക ബന്ധങ്ങളും വഷളായി പോകുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ, ഞാനിതൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നല്ലോണം ചിന്തിക്കണം, ഇങ്ങനെ സംഭവം ഉണ്ടോ. കാരണം ഇവർക്കൊക്കെ പറയാനായിട്ടുള്ള ഒരു റീസൺ ഇല്ല. എന്താണ് നിങ്ങളുടെ വഴക്കിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസണും ഇല്ല, പറയാനില്ല അവർക്കൊന്നും. എന്താണെന്ന് അറിഞ്ഞോട് സാറേ, അത് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നാണ് പറയണത്.
അതാണ് ഈ ബാധകളുടെ പണി. ഞാനിപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞു ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്, ഈ ബാധ വിഷയങ്ങളും സോളിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് തുടങ്ങിയിട്ട്. ഇത്ര അധികം ഇത് ബാധകളൊക്കെ നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ ഞാനിപ്പോഴാണ് മനസ്സിലാക്കണം. അത്രയധികം ആൾക്കാരാണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആളുകൾ, പലരും ഇതൊന്നും അറിയാതെ ഈ വിഷയം കൊണ്ട് രോഗമാണെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറിയെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത് ഒരുപാട് മെഡിസിനൊക്കെ എടുത്ത് ഒരുപാട് ഡയഗ്നോസിസൊക്കെ ചെയ്ത് ഒരുപാട് ടെസ്റ്റൊക്കെ ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ കഴിയുമ്പോഴായിരിക്കുള്ളൂ നിങ്ങൾ തിരിച്ചറിയണത് ഇതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ, ചെറിയൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ അവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ തട്ടിപ്പാണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷേ അങ്ങനെ പോയ ആൾക്കാർക്ക് അവസാനമായിരിക്കുള്ളൂ ഈ ട്രാക്കിലേക്ക് തിരിഞ്ഞു വരും. അപ്പോഴേക്കും അവരുടെ രോഗിയായിട്ടുണ്ടാവും, അവർ രോഗം വന്നവരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോഴായിക്കോളൂ തിരിച്ചറിവ് വരുന്നത്. പക്ഷേ ആ സമയത്ത് തിരിച്ചറിവ് വന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി അവിടെ വീക്കായി, പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള ആ അവസരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം വശ്യപ്രയോഗത്തിൽ കൂടി വന്നു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ബാക്ക് പ്രോബ്ലംസ്, ബാക്ക് പെയിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നെ രോഗമായിട്ട് വരും, ചികിത്സിച്ചാൽ മാറിയില്ല. കാരണം ഈ ബാധ ഇരിക്കുന്നിടത്തോളം കാലം ബാധ ഈ പണി ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് കുറച്ച് കാണാനായിട്ട് ഒരു അട്രാക്ഷൻ ഉള്ളത്, ഭംഗി എന്നല്ല ഉദ്ദേശിക്കുന്നത്, ആകർഷണത്തുള്ള സ്ത്രീകളുണ്ട്, ആകർഷണത്തുള്ള പുരുഷന്മാരുണ്ട്. അവർക്കാണ് ഈ പണി കിട്ടുക. കാരണം അവർ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കണം അപ്പം തന്നെ കിട്ടണം. ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്, അത് ഒരു ബിരിയാണി ആഗ്രഹിച്ച് ആ ബിരിയാണി അപ്പം തന്നെ പോയി കഴിക്കണം. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ ആൾ അങ്ങനെയാണ്, വിചാരിക്കുമ്പോൾ തന്നെ നടന്നിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണമെങ്കിൽ അവർ ചെയ്യും, യാതൊരു മടിയില്ല. ക്ഷമയില്ലാത്ത ആൾക്കാരാണ് മിക്കവരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ മോഡേൺ കാലഘട്ടത്തിലേക്ക് വന്നെങ്കിലും നമ്മൾ പറയും ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ബ്ലാക്ക് മാജിക്കാ, ഇതൊക്കെ എന്ത് സാധനമാണ് തട്ടിപ്പാണെന്ന് പറയും, അല്ലെങ്കിൽ മന്ത്രവാദി, ആരാണ് മന്ത്രവാദി എന്ന് ചോദിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഹൈടെക് വേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ആളുകൾ കൂടുതൽ ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു, ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിംഗാണ് വരുന്നത്. കാരണം ഇതിനടിമയായിട്ടുള്ള എന്തോരം ആൾക്കാരാണ് ഉള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.